നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ചന്ദ്രമതി ഒരു തീരുമാനം എടുത്തു. ചന്ദ്രമതി തന്റെ തീരുമാനം ശ്രുതിയോട് പറയാണ്, ഇനിയിപ്പൊ നിനക്ക് ശ്രുതിയായിട്ട് ഒന്നിച്ച് ജീവിക്കാനാ താല്പര്യമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ ജീവിച്ചോ. ഇനിയിപ്പൊ ഞാൻ നിന്നെ എതിർക്കുന്നില്ല, നിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ. പക്ഷെ ഈ പാതിരാത്രിയില് ഇനിയിപ്പൊ അവളെ കാണാൻ പോവേണ്ടതില്ല. നാളെ നേരം വെളുത്തിട്ട് നമുക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രുതി ചോദിച്ചു, സത്യമാണോ അമ്മ പറയണമെന്ന് ചോദിച്ചു. പിന്നെ ഞാനിതിന് കള്ളത്തരം പറയണം? എന്താണെങ്കിലും പഴയതൊക്കെ മറന്ന് നീ അവളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചല്ലേ, ഇനിയിപ്പം ഞാൻ ഇതിന്റെ ഇടയ്ക്കിലേക്ക് കയറുന്നില്ല, ഞാനായിട്ട് ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷമായി ശ്രുതിക്ക്. രേവതി സച്ചിയൊക്കെ അന്താളിപ്പോടെ നോക്കണം. കുറച്ചു മുമ്പ് വരെ ശ്രുതിയെ വീട്ടിലേക്ക് കേട്ടില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ താൻ ഈ വീട് വിട്ടു പോകുന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വലിയ ആള് കളിച്ച. പക്ഷെ എത്ര പെട്ടെന്നാ ചന്ദ്രമതിക്ക് ഈ മാറ്റം ഉണ്ടായത്. എന്താണെങ്കിലും അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു പക്ഷെ ശ്രുതി ഗർഭിണിയാന്ന് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും ഈ മാറ്റം. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, നീ പാതിരാത്രിക്ക് പോണ്ട, പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി സന്തോഷത്തോടുകൂടി മുറിയിലേക്ക് പോയി. ഇതേ സമയത്ത് ചന്ദ്രമതി മുറി പോയി ആലോചിച്ചു, ഇതങ്ങനെ വെറുതെ വെട്ടിട്ട് കാര്യമില്ല. കാരണം അവള് കള്ളത്തരം കാണിക്കുന്നതാണെങ്കിൽ കൈയോടെ അത് പിടികൂടണം, അവൾക്കിട്ട് പണി കൊടുക്കണം. സത്യമാണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അവൾ ഇതിനു മുമ്പ് ഇതിനേക്കാളും വലിയ കള്ളത്തരം പറഞ്ഞു പറ്റിച്ച. അവളുടെ സ്വന്തം അച്ഛൻ മരിച്ചെന്നും പറഞ്ഞോണ്ട് അത്രയ്ക്ക് ഒരുമ്പെട്ടവളോ അവള്. അപ്പൊ പിന്നെ അവളെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? സത്യമാണോ അതോ ഒരു കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ചന്ദ്രമതി അങ്ങനെയും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ശ്രുതി ഭയങ്കര സന്തോഷത്തോടുകൂടി ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, ശ്രുതി നീ ഇവിടെ എത്തിയോ എന്നൊക്കെ ചോദിച്ചു. എത്തിയില്ല. പിന്നെന്താ, നീ വരുന്നില്ല ഇങ്ങോട്ട്? അതെ, ഒരു കാര്യമുണ്ട്. എന്താ? അമ്മ സമ്മതിച്ചു നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. സത്യമാണോ ശ്രുതി പറയണേ? പിന്നല്ലാതെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണ? അമ്മ സമ്മതിച്ചു. നാളെ ഞാനും അമ്മയും വന്നിട്ട് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോളാന്ന് പറഞ്ഞു. അമ്മയും കൂടെ വരും എന്നെ കൊണ്ടുവരാനായിട്ട്? അതെ, എല്ലാം നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നേ. അമ്മ പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ട് പോന്നോളാനായിട്ട്. പഴയ കാര്യങ്ങളെല്ലാം മറന്നു വേണം നിന്നെ കൂട്ടിക്കൊണ്ട് വരാനെന്നാ ഞാൻ കരുതുന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ശ്രുതി അല്ലെങ്കിൽ ശ്രുതിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ മതിയല്ലോ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതെ, ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ മതി, നാളെ വീണ്ടും നമ്മൾ ഒന്നാകുവാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. മേരി വെച്ച് എന്തായി? അതെ, സുധിയുടെ അമ്മയും കൂടെ നാളെ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടെന്ന്. സത്യമാണോ? അതെ. എടി അവരൊക്കെ മണ്ടന്മാരാണോ? അതെന്താ? എടി നീ വീണ്ടും വീണ്ടും അവരെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുവല്ലേ, അല്ലെ നീ പറയുന്നൊക്കെ അവര് വിശ്വസിക്കോ? എടി അതൊക്കെ അങ്ങനെയാ. എന്താണല്ലോ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇനി എന്താണെങ്കിലും ശരി ആ തള്ളയുണ്ടല്ലോ, ആ ചന്ദ്രമതി എന്ന് പറയുന്നവള്, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവര് ചെയ്ത കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് കേറി പറ്റിക്കോട്ടെ, അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. മീര പറഞ്ഞ് നിനക്കിട്ട് പണി കിട്ടാതിരുന്നാ മതി. പിന്നെ ഈ ശ്രുതിയോട് അവരുടെ കളി ഞാനാരാന്ന് അവർക്ക് ശരിക്കും അറിയില്ല, ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രിയിലാണെങ്കിൽ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നാളെ രണ്ടുപേരും ഒന്നിക്കാൻ പോവാണല്ലോ, ആ ഒരു സന്തോഷമായിരുന്നു ശ്രുതിക്ക്. ശ്രുതിക്കാണെങ്കിലോ ആ വീട്ടിലേക്ക് വീണ്ടും കയറാം, വീണ്ടും ശ്രുതിയെയും വീട്ടുകാരൻ പറ്റിച്ചെന്നൊരു ചിന്തയും കൂടെ ആയിരുന്നു. പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയല്ലോ എന്നൊരു ചിന്ത. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി എന്ത് ചെയ്തു? സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ രേവതി സച്ചിയും കൂടെ അടുക്കളയിലായിരുന്നു. ആ സമയം ചന്ദ്രമതി എന്നിട്ട് രേവതി പറഞ്ഞു, എനിക്കൊരു ചായ എടുത്താ മോളെ എന്നൊക്കെ പറഞ്ഞു. രേവതി അന്താളിപ്പോടെ ഇങ്ങനെ നോക്കി. പിന്നീട് സച്ചിയോട് ചന്ദ്രമതി പറഞ്ഞു, അതെ, നിനക്ക് ഞാനൊരു ഓട്ടം തരാം, ഞാനൊരു ഓട്ടം വിളിച്ചാൽ നീ വരുമോന്ന് ചോദിച്ചു. ഓട്ടം വിളിച്ചാലോ? ഒരു നിമിഷം സച്ചി അമ്പരന്ന് പോയി. അതെന്താമ്മേ, എങ്ങോട്ട് പോവാനാ? അതെ, ശ്രുതിയെ പോയി വിളിച്ചോണ്ട് വരാനായിട്ടാ. അതെ, അമ്മ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്ന് പറഞ്ഞു. അതെ, വെറുതെ ഓട്ടം വന്നാ പോരാ, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണമെന്ന് പറഞ്ഞു. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്ന് പറഞ്ഞല്ലോ, അമ്മ കാര്യം പറ, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. പിന്നെ ചന്ദ്രമതി കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറയണേ. എല്ലാം കേട്ടിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, ഓക്കെ ഞാൻ റെഡിയാന്ന് പറഞ്ഞു. രേവതിക്കും അത്ഭുതം തോന്നി, കാരണം തന്റെ അമ്മായിമ്മയ്ക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നോന്ന്. ഒടുവില് ചന്ദ്രമതി പറഞ്ഞു, എങ്കിൽ ശരി, പെട്ടെന്ന് തന്നെ റെഡിയാവാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി രാവിലെ തന്നെ റെഡിയായി. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് ചെന്നു. ചന്ദ്രമതി എന്ന് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ അമ്മേ? എടാ, സച്ചിയുടെ വണ്ടി എടുത്തിട്ട് പോയാൽ മതി. അല്ല, അതിന് എന്റെ കാറുണ്ടല്ലോ. എടാ അത് വേണ്ട, സച്ചി വന്നോളൂ, സച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു.
ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബോധം ഉണ്ടായല്ലോ. അവിടെ പോയി കൂട്ടിക്കൊണ്ട് വരണം തോന്നിയില്ലോ. അത് രവിയേട്ടാ എനിക്ക് തോന്നി. ഇനിയെങ്കിലും ഞാൻ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാന്ന് കരുതുന്നേന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, സച്ചിയെ വിളിച്ചോണ്ടാണ് ചന്ദ്രമതിയും സുധിയും കൂടെ പോകുന്നത്. അവരിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, എന്നാലും മോളെ ചന്ദ്രമതിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല. രേവതി പറഞ്ഞു, അത് ശരിയാ, അമ്മയുടെ മനസ്സിലെ സംശയം ഉണ്ടച്ചാന്ന് പറഞ്ഞു. സംശയം? അതെ, ഇന്നാ സംശയം തീർക്കും. അതിനാ സച്ചേണ്ണയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നെന്ന് പറഞ്ഞു. സച്ചയെ കൂട്ടിക്കൊണ്ടുപോയി സംശയം തീർക്കാനെന്ന്? അതേനെ, ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തി പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അമ്മ ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുള്ളൂ. അങ്ങനെയാണോ? അതെ, സച്ചിയണ്ണോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. നേരെ വീട്ടിലേക്കല്ല വണ്ടി വരണ്ടേ, നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന്, ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം രവീന്ദ്രൻ പോയി അമ്പരന്ന് പോയി. ഞാൻ കരുതിയത് അവള് ശ്രുതിയോടുള്ള സ്നേഹം കാരണം പോയി വിളിച്ചോണ്ട് വരുന്നതായിരിക്കുന്ന. അല്ലച്ച, അമ്മയുടെ മനസ്സിൽ സംശയം ഉള്ളതുകൊണ്ട് അമ്മ ഇങ്ങനെ ചെയ്യുന്നേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതെന്തായാലും നല്ല കാര്യമാ, അവള് പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞേ, അപ്പൊ പിന്നെ അത് ഉറപ്പിച്ചിട്ട് കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ ആർക്കും ആ കാര്യത്തിലൊരു സംശയം ഉണ്ടാവത്തില്ലോ എന്ന് പറഞ്ഞു. പിന്നെ പ്രഗ്നന്റ് ആണെന്ന് ഒരു പെണ്ണും കള്ളത്തരം പറയത്തില്ലോ. രേവതി പറഞ്ഞില്ല, പക്ഷെ എങ്കില് ശ്രുതിയുടെ കാര്യം ആയതുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെന്നാ സച്ചേണ്ണൻ പറയണേ. സച്ചേണ്ണന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ശ്രുതി ഭാഗൊക്കെ അടുക്കി നല്ല തയ്യാറായിട്ടിരിക്കുമായിരുന്നു. അപ്പൊ ഭാമയെ വിളിച്ച് പറയുകയും ചെയ്തു, ആന്റി ഇന്നെന്നെ വിളിക്കാനായിട്ട് സുധിയുടെ അമ്മയും കൂടെ വരുന്നുണ്ടെന്ന്. ഭാമയ്ക്കും അത്ഭുതമായിരുന്നു, ചന്ദ്രമതിയുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറിയോന്ന്. ഒരു കുഞ്ഞുണ്ടാൻ പോവല്ലേ, അപ്പൊ അതിന്റെ സന്തോഷമായിരിക്കും എന്ന് കരുതി മീരയും കൂടെ കൂടിയിട്ടാണ് പെട്ടിയൊക്കെ അടുക്കി വെച്ച്. ആ സമയത്ത് മീര പറഞ്ഞു, എടി എങ്ങാനും പണി പാളിപ്പോവോ? പിന്നെ എവിടുന്ന്, കുറച്ച് നാള് കഴിയുമ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഞാൻ അബോർട്ടായി പോയി കള്ളത്തരം പറയും. ഇതിനു മുമ്പും കള്ളത്തരം പറഞ്ഞല്ലേ, ഇത്തവണ അങ്ങനെ തന്നെ പറഞ്ഞ് പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അവര് വന്നെന്നാ തോന്നിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഓടി അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് ചെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുവാണ്. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, മോളെ ദേ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയം അറിയാലോ, കുറച്ച് ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേണം, നടക്കുമ്പോഴും എടുക്കുമ്പോഴെല്ലാം വേണം, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമാന്ന് പറഞ്ഞു. ഇത് കേട്ട മീരയ്ക്ക് ചിരിയാ വന്നേ. ഇവരിത്ര പൊട്ടിയായി പോയല്ലോ, ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുമില്ല, ഒന്നുമില്ല, ഇവളെ കണ്ടിട്ട് പോലും മനസ്സിലാകാത്ത, ഒന്നുമില്ലെങ്കിൽ ഒരു 2-3 പ്രസവിച്ചല്ലേ, എന്നിട്ട് അവർക്കൊന്നും അറിയത്തില്ല എന്നൊക്കെയായിരുന്നു മീരയുടെ മനസ്സിലെ ചിന്ത. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, ചായ എടുക്കാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട, ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത്. ശ്രുതി പറഞ്ഞു, അതെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുള്ളോ? അതേന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ ഇതെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വെക്കാന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, ഞാൻ കൊണ്ടേ വെച്ചോളാം ശ്രുതി എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയാണ് പെട്ടി എല്ലാം എടുത്ത് വണ്ടിക്കകത്ത് കൊണ്ട് വെക്കുന്നത്. ശ്രുതി ഭയങ്കര സന്തോഷത്തിലാ, എല്ലാരെയും പറ്റിച്ചതിന്റെ ആ ഒരു സന്തോഷം. അങ്ങനെ മീരയോടൊക്കെ യാത്ര പറഞ്ഞ് ശ്രുതി സന്തോഷത്തോടു കൂടി കാറിലേക്ക് കയറി. അങ്ങനെ കയറി വണ്ടി തിരിച്ച് ഇച്ചിരി പോകുന്ന കഴിഞ്ഞപ്പോഴത്തേനുമാണ് വഴി മാറിയാ പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലായത്. പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി ഇതെന്താ നമ്മൾ ഈ വഴി പോകുന്നേ, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതല്ലല്ലോ, എന്തൊരു ചോദ്യം. അപ്പോഴാണ് ചന്ദ്രമതി പറയണേ, അതെ ഇപ്പൊ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാ പോന്നെ, ഒന്ന് ചെക്കപ്പ് നടത്തിയിട്ട് വീട്ടിലേക്ക് പോകാന്ന്. തലയിൽ ഇടുത്തി വീണ അവസ്ഥ ശ്രുതിക്ക് ഇത്ര പ്രതീക്ഷിച്ചില്ല. ചന്ദ്രമതി എന്താണെങ്കിലും ഓടായിട്ടുണ്ട്. കാരണം ചന്ദ്രമതി വീണ്ടും മുമ്പത്തെപ്പോൾ തന്നെ പൊട്ടിയാവുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ശ്രുതിക്ക് വമ്പം പണി തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ സച്ചിയും ചന്ദ്രമതിയും കൂടെ ചേർന്നിട്ടാണ് പടി കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.